ഈ മൗനവിലാപം തീരുവതെന്നിവിടെ. ഇനി മാമല നാട്ടിൽ എന്നു വരും തിരികെ. പല നാട്ടിലെ മാനവര് അവരിവിടെ സഹോദരര്. വിധി നീട്ടിയ വീഥികളിൽ വിരൽ കോർത്തൊരു സ്നേഹിതര്. അവരൊന്നായി പാടുകയായി ഇതാരത്? എന്താ എന്ത് കോല ഇത്? കുടിക്കാൻ കഞ്ഞിയാണെങ്കിലും കുടുംബത്തോടൊപ്പം ആകുമ്പോ ഒരു സുഖല്ലേ? അല്ല നിനക്ക് സുഖാണോ? എനിക്ക് സുഖ. എന്നാ വാ നമുക്കൊരു ചായ കുടിക്കാം. ഹലോ, അതെ അതെ. അളിയ അല്ല, ഇതാരാ ഇത്? ആരൊക്കെ ഇവിടുത്തെ കൂടിയാ പോന്നല്ലേ? ഇല്ല, പോവും. ഞങ്ങളൊന്ന് കറങ്ങട്ടെ. പെണ്ണുങ്ങളെ കൂട്ടി വെറും കറക്കം തന്നെ ആയിരിക്കില്ലേ? എന്നാ പിന്നെ വർമാജി, ഷാഫിക, ഇൻഷാ അല്ലാ വാടി. ഇവിടെ ഇപ്പൊ ഇങ്ങനെ നടക്കാൻ ഇവനെ പോലത്തെ അവകാശമുള്ളൂ. പാവം. എന്നാ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകും. പിന്നെ കാണാം. കാത്തു കാത്തോരവധി വരുമ്പോൾ കൽബകം കുളിരും. കൂട്ടിവച്ച കിനാക്കളുമായി ചെന്നു വീടണയും. ഉറ്റവർക്കായി എല്ലാം നൽകിയിടും. ഉണ്ടുറങ്ങി ദിനവും നീങ്ങിടും. പോകാനിനിയും വൈകുന്നെന്റെ സ്ഥിരം മൊഴി ശരമായി. മരുഭൂമിയിലോ മലനാടിതിലോ പ്രവാസി ഞാൻ മകനായി. എന്തെല്ലാം സുഖം തന്നെ? ഷാഫിയോ എപ്പോ വന്ന്? പിന്നെ നിങ്ങൾ കൃഷിക്കാരനായിട്ട് ഇവിടെ കൂടി? അവിടെ എത്ര കോടി ഉണ്ടാക്കിയിട്ടും കാര്യമില്ല. സ്വന്തം മണ്ണിൽ അധ്വാനിച്ച 100 റുപ്യ ആണെങ്കിൽ അതിന്റെ സമാധാനം വേറെ തന്നെ. വരി, അടുത്തേക്ക് ഇരിക്കാം. ആകെ ഈ ഒരു ജീവിത വഴിയിൽ ആയുസില്ലധികം. ആണ്ടിലൊരു നാൾ കടലു കടന്നാൽ ആരിലാണു സുഖം? ഗൾഫുകാരന്റെ ഷാടനക്കിളി ഗതിയറിഞ്ഞാൽ കരയും ഇണക്കി. എല്ലാം എപ്പോഴാ വന്ന്? ഞാൻ എപ്പോഴാ പോന്ന്? തുടരാമിനിയും സൽക്കർമ്മവുമായി സഹായിയായി തണലായി. ഉരുകും മനസ്സിൽ ഉണർവേകാനായി ദുആ കരോ ബദലായി. നാട് വിട്ട് മറുനാട്ടിൽ ഞാനും ഇന്നൊരു പ്രവാസി. കൂടൊഴിഞ്ഞു മണൽ കാട്ടിൽ നീറിടുന്നൊരു വിദേശി. ഈ മൗനവിലാപം തീരുവതെന്നിവിടെ. ഇനി മാമല നാട്ടിൽ എന്നു വരും തിരികെ. പല നാട്ടിലെ മാനവര് അവരിവിടെ സഹോദരര്. വിധി നീട്ടിയ വീഥികളിൽ വിരൽ കോർത്തൊരു സ്നേഹിതര്.
സങ്കടപ്പെടണ്ട. അടുത്ത വരവിനെങ്കിലും അവിടെ എല്ലാം അവസാനിപ്പിച്ചു വരണമെന്ന് ആഗ്രഹം. ഇതാണ് ഓരോ പ്രവാസിയുടെയും ആഗ്രഹം. എന്നിട്ടും ഗൾഫുകാരൻ്റെ പ്രവാസം അവസാനിക്കുന്നതേയില്ല. മക്കളെ പഠിപ്പിക്കണം, അവർ കെട്ടിച്ചേക്കണം, വാങ്ങിയ സ്ഥലത്ത് വീട് വെക്കണം, വീടിൻ്റെ ലോൺ തീർക്കണം, പരിഭവങ്ങളും പരാതികളും പിന്നെയും ബാക്കി. എല്ലാം കഴിയുമ്പോഴേക്കും ജീവിതയാത്രയിൽ തിരശ്ശീല വീണിരിക്കും.